ഞാൻ പൊക്കോട്ടെ. ഞാൻ കാരണം നിങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായല്ലോ. അതിന് ഞങ്ങളല്ലേ അബിക്ക് ഈ കാണുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയത്. അവിടെ അഹമ്മദിക്കൊപ്പം അദ്ദേഹത്തിന്റെ എടുത്തിയാട്ടം കൂടി ചേർന്നപ്പോ ആര്യയുടെ അച്ഛന് നല്ല കുറ്റബോധമുണ്ട്. മോളെ മരണത്തിൽ നിന്ന് രക്ഷിച്ച നിന്നെ അബദ്ധത്തിൽ ഉപദ്രവിച്ചു പോയതിന്. എല്ലാം ഭേദമായതിനു ശേഷം നിന്നെ പറഞ്ഞോളൂടെന്ന് പറഞ്ഞതും അദ്ദേഹം തന്നെയാണ്. താമസിക്കാനേ ആ ടോസിൽ എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. അയ്യോ, എനിക്ക് പോണം മേഡം. ഞാനൊരു മിലിറ്ററി മസൂർ അല്ലെങ്കിലും ലാൽ നായിക് സുബ്രാൻ സാബ് ഇതുപോലുള്ള ചില വർക്കുകൾ എന്നെ വിളിച്ച് നൽകാറുണ്ട്. കുറെ വർക്കുകൾ പെൻഡിങ്. നീ ഈ ഒടിഞ്ഞ കൈ കൊണ്ട് കുറെ ജോലി ചെയ്തുണ്ടാക്കും. ഇവിടെ നിന്ന് വലിയ വർത്തമാനമൊന്നും പറയാതെ അകത്തോട്ട് പോയി വല്ലതും മേടിച്ച് കഴിച്ചോണ്ട് ഇവിടെ കാണാൻ കിടന്നുറങ്ങാൻ നോക്കും. അവന്റെ ഒരു കാര്യം മണിയനെങ്ങാനും പിന്നെ വിളിച്ചായിരുന്നു. അവൻ വരണ്ട ട്രെയിൻ രാവിലെ ജമ്മുവിൽ എത്തേണ്ടതല്ലേ. എന്താ അവൻ വരാൻ വൈകുന്നേ? ഇനി പഴുതത്തിൽ ലാഹോറിലെങ്ങാനും പോയി ഇറങ്ങിയോ? തലയ്ക്ക് ഒരു വെളിവില്ലാത്തവനാന്ന്. അച്ഛൻ പേടിക്കണ്ട, റെയിൽവേ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവരാൻ ആള് പോയിട്ടുണ്ട്. അല്ല, അവൻ വരാൻ വൈകുന്തോറും അച്ഛൻ ആദ്യം വരുത്തുകൊണ്ടിരിക്കുക. അത്രയ്ക്കും ആഗ്രഹിച്ചല്ലയോ അച്ഛൻ നിൽക്കുന്നത്? എന്താ മണിയനെ കാണാനും? ആ പുല്ലനെ അറിവ് കാണുന്നു. പിന്നെ അവൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളെ കുറിച്ചാ പറഞ്ഞത്. ദിനേശ പണിക്കരുടെ കടയിലെ മൂക്കിപ്പൊടി മനസ്സറിഞ്ഞെന്ന് തൊന്നിട്ട് കാലം എത്രയായെന്നറിയാവോ? പിന്നെ തൃക്കൻകോട്ടപ്പന്റെ അർച്ചന പ്രസാദം. ഇത് 2 വർഷത്തിലൊരിക്കൽ കിട്ടിയില്ലെങ്കിൽ അച്ഛനാകെ ഒരു എരിവിരി സഞ്ചാരമാണ്. അച്ഛൻ സഞ്ചാരപ്പെടുമൊന്നും വേണ്ട, അവനിങ്ങ് എത്തിക്കൊള്ളൂ. അല്ല, അവൻ വന്നില്ലെങ്കിലും സാധനങ്ങൾ അടങ്ങിയ ബാഗ് ഇഞ്ഞു വന്നാ മതിയായിരുന്നു. അയ്യോ, പട്ടാപ്പകൽ പട്ടാളക്കാര് പട്ടിയെ പോലെ തല്ലിച്ചതച്ച കൊച്ചനല്ലയോ ഈ നിൽക്കുന്നത്. ഭാഗ്യവാൻ. മക്കളെ, നിന്റെ വീട് എവിടാടാ? അടിമാലിയിലാണ്. ചുമ്മാ അതല്ല, അടിനാവിക്കിട്ട് തന്നെ അടി കിട്ടിയത്. മക്കളെ, ആ സമയത്ത് ഞാൻ 2 എണ്ണം അടിച്ചോണ്ട് യോഗ നിദ്രയിലായി പോയതുകൊണ്ട് ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇതെന്തുവാ കുഞ്ഞെ, പ്ലാസ്റ്റർ ഇട്ടേക്ക് വന്നോ? എടാ, ആ സമയത്ത് ഞാൻ ഉണ്ടാകും നിന്നെ ഞാൻ പ്ലാസ്റ്റർ ഇടാൻ വിടത്തില്ലായിരുന്നു. ഞാനൊരു കളരി മർമാണിയല്ലേടാ. ഏതൊടുവും ചതവും ഞാൻ ഞവരക്കിരിയിട്ട് ഉരിഞ്ഞ് ശരിയാകും. നിന്റെ ഈ പൊതിഞ്ഞു വെച്ചേക്കുന്ന തുണിയൊക്കെ ഒന്ന് അഴിച്ചു മാറ്റി ഞാൻ ഞവരക്കിരിയിട്ടൊന്ന് ഉരിയട്ടെ. അയ്യോ വേണ്ട, ഇതിടാനും എക്സ്റേ എടുക്കാനൊക്കെ ആയിട്ട് ഇവിടുത്തെ സാർ കുറെ പണം ചെലവാക്കിയിട്ടുള്ളല്ലേ അപ്പൂപ്പ. എടാ, ഞങ്ങൾ കളരി മർമാണികൾക്ക് ഒടുവും ചതവും മനസ്സിലാക്കാൻ എക്സ്റേ എടുക്കേണ്ട കാര്യമില്ല. മോനാ കൈ ഒന്ന് കാണിച്ച്. ഇത് ഒടിവും. ഇങ്ങനെ എന്ന് കരഞ്ഞാൽ ഒടിവും, എന്ന് കരഞ്ഞാൽ ചതവും, എന്ന് കരഞ്ഞാൽ പൊട്ടല്. നിന്റെ ശരീരത്തിൽ എത്ര ഒടിവുണ്ടെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു. അയ്യോ, ചതിക്കല്ലേ മുത്തച്ഛ. ഞാനൊരു കളരി മർമാണിയാണെന്ന്. ആയിക്കോട്ടെ, പക്ഷെ ഇനി എനിക്ക് വേദന തിന്നാൻ വയ്യാത്തോണ്ടാണ്. എടാ, ഞാനൊന്ന് കൈ വെച്ചാൽ നിന്റെ പാതി കേടാ നിമിഷം മാറും. എനിക്ക് ഇത്തിരി പയ്യ മാറിയാ മതി. നിന്നെ അങ്ങനെ വിടത്തില്ല ഞാൻ. പിന്നെ ഞാൻ കത്രയെ കൊണ്ടിട്ടൊരു കുരി പിടിക്കും. മുത്തച്ഛന്റെ കഴിവിൽ അവന് വിശ്വാസമില്ലെന്ന്. ഇവൻ ആദ്യം മുതിർന്ന മർമാണികളെ അനുസരിക്കാൻ പഠിക്കട്ടെ, എന്നിട്ട് മതി കണ്ട പെണ്ണുങ്ങളെ രക്ഷിക്കാൻ നടക്കല്ലേ. ഇയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു ലാഭകച്ചവടം ആയില്ലേ മുത്തശ്ശ. എന്റെ അപ്പയുടെയും അമ്മയുടെയും വലിയ പ്രീതി പിടിച്ചു പറ്റാൻ കഴിഞ്ഞു. ആരുടെയും പ്രീതി മോഹിച്ചിട്ടൊന്നും അല്ല മേഡം. കൺമുന്നിൽ ഒരു ജീവൻ കയറിൽ കിടന്ന് പിടയുന്നത് കണ്ട ആരാലും രക്ഷിച്ചു. എനിക്കിവനെ ആദ്യമേ കണ്ടപ്പോഴേ അങ്ങോട്ട് ബോധിച്ചിട്ടൊന്നുമില്ല. എന്റെ ബലമായ സംശയം, നീ നടത്തിയെന്ന് പറയുന്ന ആത്മഹത്യ പോലും യവനുണ്ടാക്കിയ ഒരു നാടകമാണോ? എന്ത്? അയ്യോ, അല്ലല്ല, നീ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയുന്നത് ഇവൻ നുണ പറയുന്നതാണെങ്കിലോ? നീ ഞാനും കണ്ടില്ലല്ലോ. ഇവൻ പറഞ്ഞറിവല്ലേ ഉള്ളൂ. മുത്തശ്ശനൊന്നും മിണ്ടാതിരി. ആത്മഹത്യ ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു തന്നെയായിരുന്നു. എല്ലാ സങ്കടങ്ങളും എന്നേക്കുമായി അവസാനിപ്പിക്കാൻ വേണ്ടി. അപ്പോഴല്ലേ ഇയാളെന്നെ എന്റെ മോളങ്ങനെ തന്നെ പറയണം. അപ്പയുടെ മോൾക്ക് പറയാവുന്നല്ലോ ഏറ്റവും നന്ദി കെട്ട വാക്കായി നീ പറഞ്ഞു. അതല്ലപ്പാ, ഇയാൾ എന്തേ മുത്തശ്ശന്റെ മുന്നിൽ വെല്ലുവിളി ചമഞ്ഞപ്പോ? വെല്ലുവിളി തന്നെയാണല്ലോ ഇവൻ, പ്രത്യേകിച്ച് നിന്റെ കാര്യത്തിൽ. ദൈവം അപൂർവം ചില നിമിഷങ്ങളിൽ ദൈവത്തെ കാണാനുള്ള കണ്ണൻ രൂപവും നമുക്ക് നൽകും. ദൈവത്തിന്റെ ദൗത്യം നിറവേറ്റാനുള്ള ഏതെങ്കിലും ഒരു രൂപത്തിൽ നിന്റെ മുന്നിൽ അത് ഈ ചെറുപ്പക്കാരന്റെ രൂപത്തിലാണ്. അവയുടെ സ്വരൂപത. അയ്യോ, അതിനുവേണ്ടി മേഡം ഒന്ന് പറഞ്ഞില്ലല്ലോ സാർ. നോ, യുദ്ധപാരമ്പര്യമുള്ള തറവാട്ടിൽ പറഞ്ഞ കൊച്ചിനെ കൊണ്ടാ നീ കണ്ടവന്മാരോട് സോറി പറയിപ്പിക്കുന്നതെന്ന് മറക്കണ്ട. ബ്രിഗേഡിയർ ശിവപ്രസാദ് മകൾ ചീപ്പ് ഈഗോയും കൊണ്ട് നടക്കുന്ന പെൺകുട്ടിയല്ല. അപ്പയെ മുത്തച്ഛന് വേണ്ടി നാട് കെടുത്താതെ അപ്പയുടെ സോറി പറ. സോറി. കളഞ്ഞില്ലേ അഭിമാനം?
മൂത്ത് നോക്കി പറ. സോറി. ഈ സോറി കുറച്ച് കടുപ്പായി പോയി. ദ്രോഹമായി പോയെന്ന് പറ. അതും യുദ്ധ പാരമ്പര്യമുള്ള തറവാട്ടി പറഞ്ഞ കൊച്ചിനെ കൊണ്ട്. അച്ഛൻ എന്ത് യുദ്ധ പാരമ്പര്യമുള്ളത്? യുദ്ധത്തെ മുഖാമുഖം കാണുകയും വെക്കുന്ന ഓരോ ചുവടിലും വരുന്ന ഓരോ മാത്രയിലും യുദ്ധവും ചതിയും ആക്രമണവും പ്രതീക്ഷിക്കുന്ന എനിക്ക് ഈ ചെറുപ്പക്കാരന് മുന്നിൽ തല കുനിക്കാമെങ്കിൽ എന്റെ മകൾക്ക് എന്തുണ്ടായിക്കൂടാ? യുദ്ധം പാരമ്പര്യവാദികൾക്കുള്ളതല്ല, ധീരന്മാർക്കുള്ളതാ. രണ്ടു ഔട്ട് ഹൗസ് റെഡിയാക്കിയിട്ട് അപ്പൊ നിനക്കിന്ന് മുതൽ ഔട്ട് ഹൗസ് താമസിക്കാം. വരട്ടെ. വേലിയേലിരുന്നതാ. ചില നേരത്തെ അച്ഛന്റെ നാക്ക് അറിഞ്ഞില്ല, അച്ഛൻ അറിഞ്ഞില്ല. ഈ വീട്ടിൽ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടോണ്ടൊരു ദൈവദൂതൻ നിൽപ്പുണ്ടെന്നുള്ള കാര്യം അച്ഛൻ അറിഞ്ഞില്ല. അപ്പൊ ഔട്ട് ഹൗസിലേക്ക് നിൽക്കണം. മൂക്കിപ്പടിയെ മുത്തശ്ശൻ ആളത്തില്ല. മണിയം വന്നു, എന്റെ മണിയം വന്നു, എന്റെ മണിയം വന്നു. കുഞ്ഞമ്മ, അത്യാവശ്യത്തിന് നീ എന്നെ കെട്ടിപ്പിടിച്ചു, അത് മതി. നീ സാധനം എടുക്ക. സാധനം ബാഗിൽ ഇരിക്കുകയല്ലേ? ഒന്നും പറയണ്ട എന്റെ കുഞ്ഞമ്മാവ. ഒന്നും പറയുന്നില്ല എന്റെ മണിയ. നീ സാധനം എടുക്ക്. നാട്ടിൽ ഇതുവരെയുള്ള തീവണ്ടി യാത്ര താങ്ങാനാവില്ല കേട്ടോ. അതെന്താ? നാട്ടിൽ നിന്ന് ഇവിടെ വരെ തീവണ്ടി ചുമടായി കൊണ്ടുപോകുന്നല്ലോ, ഇങ്ങനെ കഷ്ടപ്പെടാം. മണിയ, നീ നാട്ടിൽ നിന്ന് ഇതുവരെ തീവണ്ടിയുടെ എഞ്ചിന്റെ മുകളിൽ ഇരുന്നാണോ യാത്ര ചെയ്തു വന്നത്? അതെന്താ? കരിയടിച്ച് നീ അങ്ങ് കറത്തു പോയി ചോദിച്ചു പോയതാ. അതെ, ഈ രക്തത്തിൽ മൂത്രത്തിന്റെ അളവ് കൂടിപ്പോയതുകൊണ്ട്. ശരിയാ, അവൻ മൂത്രം ഒഴിക്കുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ. ഞാൻ ചെറുപ്പത്തിൽ അങ്കമാലിയിലേക്ക് നാട് വിട്ടുപോയ പരിചയം മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അങ്കമാലിയേക്കാൾ ഒരുപാട് ദൂരം കാശ്മീരിനുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അന്ന് എനിക്ക് വിവരമുണ്ടല്ലോ, ഇന്നെനിക്കതില്ലല്ലോ. എടാ, ഈ അങ്കമാലിക്ക് അടുത്തായി കാശ്മീര്. പിന്നെ അങ്കമാലി ഇടത്തോട്ട് തിരിഞ്ഞാൽ കാശ്മീര്, വലത്തോട്ട് മറിഞ്ഞാൽ ഉഗാണ്ട. നീ മൂക്കിപ്പടിയാട്ട് വലത്തോട്ട് മറിയാതിരുന്നത് എന്റെ ഭാഗ്യം. മക്കളെ, നീ സാധനം എടുക്കടാ. സാധനം ബാഗിൽ ഇരിക്കുകയല്ലേ കേട്ടോ. ആര്യമോളെ, ഞാൻ കാശ്മീരിലേക്ക് പുറപ്പെടുമെന്ന് പറഞ്ഞപ്പോ തന്നെ ഒരു ഗ്രാമം മുഴുവൻ യാത്ര ചെയ്യിക്കാനുണ്ട്. അതോടെ നിന്റെ ശല്യം അങ്ങ് തീരുമല്ലോ എന്ന് വിചാരിച്ചായിരിക്കും. ഗ്രാമം മുഴുവനും? പിന്നെ അപ്പൊ ഈ കാശ്മീർ കേരളത്തിൽ മലയാളം പറയുന്നില്ല. എടാ, അവര് പറയുന്നത് മൊത്തം മലയാളമാ. തണുപ്പ് കാരണം നാക്കൊടുക്കുന്നതല്ലയോ. മക്കളെ, നീ സാധനം എടുക്കണം. സാധനം ബാഗിൽ ഇരിക്കുകയല്ലേ. മണിയ, അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നല്ലോ? എന്താടാ? അമ്മ തളർവാദം വന്ന് കിടന്നത് പിന്നെ അമ്മയെ കൊണ്ടൊരു ശല്യവുമില്ല. മെടുക്കൻ. അതിനു മുമ്പായിരുന്നല്ലോ എന്റെ ഭാര്യയും അമ്മയും തമ്മിൽ വഴക്ക്. ഇനി അവളും കൂടി മിണ്ടാനും നടക്കാനും വയ്യ. ഒരു മൂലയിലായാൽ ഒരു കൂടും എടുക്കൻ. മക്കളെ, നീ സാധനം എടുക്ക. സാധനം ബാഗിൽ ഇരിക്കുകയല്ലേ, അത് തരാനല്ലേ ഞാൻ ഇവിടെ വരെ വന്നത്. എന്തിനാ ഇത്ര ധൃതി? മൂക്കുകൂടിയല്ലേ, ഇത് ആരെങ്കിലും എടുത്ത് വലിക്കുവോ? സമാധാനിക്ക് കേട്ടോ. പെങ്ങളെ, തിന്നാനുള്ള സാധനത്തിന്റെ പേര് പറയാൻ അറിയാത്തതിനെ കൊണ്ട് 2-3 ദിവസമായി പട്ടിണിയില്ല. എന്തെങ്കിലും തിന്നാൻ കിട്ടിയിരുന്നെങ്കിൽ. അതിനെന്താ, ഇപ്പൊ റെഡിയാക്കല്ലോ. മോളെ മോളെ, അവന് വായിക്ക് രുചിയായിട്ട് വല്ല ഉണ്ടാക്കി പേടിക്കണ്ട, പട്ടാളക്കാര് കാപ്പി കുടിക്കാൻ പോകുന്നതാ. മക്കളെ, നീ സാധനം എടുക്കടാ. സാധനം ബാഗിൽ ഇരിക്കുകയല്ലേ, എന്തിനാ കുഞ്ഞുമാവൻ ചോദിക്കുന്നേ? എടുത്തൂടെ? നിന്റെ അനുവാദമില്ലാതെ എടുക്കാൻ പറ്റുമോ? ബാഗിനടുത്ത് വന്നതേ ഉള്ളൂ. മൂക്കിപ്പൊടിയുടെ വീര്യമേ. അയ്യോ, അയ്യോ, ചുമ്മാതല്ല തുമ്മിയത്. എന്തുവാണ് അതൊക്കെ പൊന്നി വെക്കേണ്ട വല്യോടാ. മണിയോ, സാധനം കാണുന്നില്ലല്ലോടാ.
ഈ തപ്പിൽ എങ്ങനെ കാണുന്നത്? ചുമന്ന ബാഗിൽ തപ്പ്. ചുവന്ന ബാഗ് ചുവന്ന ബാഗ് കാണുന്നില്ലല്ലോ. കാണുന്നില്ലേ? ഇല്ലടാ, ഇവിടെ ഇല്ലെന്ന് പറഞ്ഞില്ല. ഇല്ല. അത് ശരി. അപ്പൊ ബാഗ് മാറ്റിയില്ലേ? ആ ബാഗ് അവിടെ, ആ ചുവന്ന ബാഗ് അവിടെ. നീ എന്താ പൊട്ടം കളിക്കുക? നിങ്ങൾ ആ പട്ടം കളിക്കുന്നത്? ആ ചുവന്ന ബാഗിലല്ലേ മൂക്കുപൊടി പ്രസാദവും വെച്ചിരുന്നത്? അതെ, അതെവിടെ? അതേന്ന് നിങ്ങൾക്കറിയാം. പിന്നെ അതെവിടെ? എടാ, അതിവിടെ കാണുന്നില്ലല്ലോ. കാണുന്നില്ലേ? ഇല്ലെന്ന്. നീ കൊണ്ടുവന്നില്ലടാ വൃത്തികെട്ടവനെ. അതാ ഒരുമാതിരി വർത്താനം പറഞ്ഞത് കേട്ടാ. അത് കൊണ്ടുവരാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നത്. എന്നിട്ട് ചാവി കൂത്തുന്ന വർത്താനം പറഞ്ഞു. നീ ചുവന്ന ബാഗിൽ ആ സാധനം കൊണ്ടുവന്നത് എനിക്കറിയാം. പക്ഷെ അതിവിടെ കാണുന്നില്ലല്ലോ. അത് എന്റെ കുറ്റമല്ലല്ലോ. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ, അത് രേണുക്കങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുഞ്ഞമ്മ എന്തൊക്കെയാ പറഞ്ഞു? പൊന്നുമോനെ, മക്കളെ, നിനക്ക് ഞാൻ പാകിസ്ഥാൻ കാണിച്ചു തരാം കേട്ടോ. കേട്ടോ, കരയല്ലേ മോളെ. നീ അത് എടുത്തു വെച്ചിട്ടുണ്ടോ? മണിയരി അച്ഛന് കഴിക്കാനുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട്. കൈ കഴുകി ഇരുന്നോളൂ. എടാ കോപ്പ, അവളെ കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. പിന്നെ അവിടെ പോയത് പറ. അത് നീ എനിക്ക് പറഞ്ഞു തരേണ്ടത്. പറയാൻ മറന്നുപോയതാ. ഹലോ ശാന്ത, പറയൂ. നിങ്ങൾ എന്താ മനുഷ്യ ആ ചുവന്ന ബാഗ് എടുക്കാതെ പോയത്? ഹലോ ഹലോ, എന്താ മണിയാ, ശാന്തയ്ക്ക് വിശേഷം വല്ലതും ഉണ്ടോടാ? എന്താ കുഞ്ഞെ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ധൃതിയില് ആ ചുവന്ന ബാഗ് എടുക്കാൻ മറന്നുപോയി. കുഴപ്പമില്ല, അത് ശാന്ത എടുത്ത് വെച്ചിട്ടുണ്ട്. നിന്റെ വീട്ടിൽ ഒന്നുകൂടി പോയി വരണമെന്നല്ലേ ഉള്ളൂ. നിന്റെ വീട്ടില് മണിയോ, നീ വിശന്ന് തളർന്നു വന്നതല്ലയോ? നീ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നോ അതോ അകത്തോട്ട് വന്നിരുന്ന് കഴിക്കുന്നോ? ഇവിടെ ഇരുന്ന് കഴിക്കാം, ഇവിടെ ഇരുന്ന് കഴിക്കാം. വേണ്ട, അകത്തോട്ട് നമുക്ക് ഡൈനിങ് ടേബിളിന്റെ മണ്ടയ്ക്കിരുന്ന് കഴിക്കാം. നീ കണ്ട കാശ് മുടക്കി നിന്നിട്ട് വിളിച്ചു പറ്റുന്നതിന്റെ പരമോന്ന് കാണാനല്ല. ദിനേശ പണിക്കരുടെ കടയിലെ മൂക്കിപ്പൊടി, തൃക്കങ്കോട്ടപ്പന്റെ അർച്ചന പ്രസാദം, ഇത് രണ്ടും കളഞ്ഞിട്ടോടാ പരമനാറി. നിന്നെ ഞാൻ ഇന്ന് കാണുന്നത്. ഇങ്ങായിരുന്നില്ല ടെൻഷൻ അടിക്കുന്നത്. ശാന്ത എടുത്ത് വെച്ചേക്കാന്ന് പറഞ്ഞതല്ലേ. ഏതായാലും രേണുപങ്ങളെടുത്ത് ഫുഡ് വേസ്റ്റ് ആക്കട്ടെ, കഴിച്ചേക്കാം.